Hi friends, welcome to my channel IFPT Techniques Hub. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പെൻ ഫോസ്റ്റർ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനെക്കുറിച്ച് അവർ നടത്തുന്ന കുറേ അധികം കോഴ്സുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ HVAC വിജ്ഞാനമുള്ള അവർക്ക് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് ഇവർ കൊടുക്കുന്നത്. അത് നമുക്ക് അവിടെ പോയി പഠിക്കണമെന്നില്ല, എവിടെയെങ്കിലും നിന്ന് പഠിച്ചാൽ മതി. പിന്നെ അവർ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ മീറ്റർ കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതിന് 300 സംതിങ്, 400 നോക്കുന്നത്, അത്രയും ഡോളറാണ് അതിൻ്റെ കോഴ്സ് സ്റ്റഡിക്കുള്ളത്. പിന്നെ അല്ലാണ്ട് എക്സാമിന് വേറെ ഒരു കുറച്ച് $50, $55 ചിലവ് വരും. അപ്പോൾ ഈ പെൻ ഫോസ്റ്റർ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ അവരുടെ പ്രോഗ്രാം എടുത്ത് പഠിച്ച് അവരുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് വരും. HVAC കരിയർ ഡിപ്ലോമ കാണുന്നുണ്ട്. HVAC കരിയർ ഡിപ്ലോമ നമ്മുടെ പേരെല്ലാം വെച്ച് നമുക്ക് ഇത് ആഴ്ച തരും. വെറുതെ തരുന്നതല്ല, നമ്മൾ എഴുതിയ എക്സാം എല്ലാം, എത്ര എക്സാം ഉണ്ട് അത്ര എക്സാമിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും അവർ അയച്ചു തരും. പിന്നെ കൂടാണ്ട് നമുക്കൊരു കവറിങ് ലെറ്റർ പോലെ ഒരു സാധനം തരും. അതിനകത്ത് കാണിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ടു മൈ കൺസേൺ ഉണ്ട്. ജോർജ് ഈസ് ഗ്രാജുവേറ്റ് ഓഫ് അവർ HVAC ടെക്നീഷ്യൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ആയിരുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ഇത് പഠിച്ചിരിക്കുന്നതെന്ന് അറിയണം. മറ്റ് കമ്പനികളിൽ എവിടെയെങ്കിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അറിയണം. അതിന് അവരുടെ ലെറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് വേറൊരു സംഭവമുണ്ട്, EPA സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എക്സാമിനേഷൻ. ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻസ് ഫെഡറൽ ക്ലീൻ എയർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയർ കണ്ടീഷനിങ്ങിൽ നമ്മൾ ശ്വസിക്കേണ്ട വായുവാണ് ഈ തണുപ്പിച്ച് വിടുന്നത്. അപ്പോൾ ആ എയർ ക്ലീൻ എയർ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ഈ EPA എന്ന് പറഞ്ഞ എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അവരുടെ എക്സാമിൻ്റെ അതിന് കൊടുക്കുന്നത്. അത് വേറൊരു സർട്ടിഫിക്കേഷനാണ്. അതിന് ESCO ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സൽ ടെക്നീഷ്യൻസ്, അതിൻ്റെ വൗച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. എക്സാം ഫീസൊക്കെ എഴുതാനും പഠിക്കാനായിട്ടുള്ളത് അതിൻ്റെ എക്സ്ട്രാ ഇതായിട്ട് വരുന്നത്. പിന്നെ ഇവർ തരുന്നതാണ് ഓരോ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഗ്രേഡും ആ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ പെൻ ഫോസ്റ്റർ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കത് അപ്ലൈ ചെയ്ത് നോക്കുക. പഠിക്കുകയെന്ന് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും അതിനൊരു ഏജ് ഒരു ഇതല്ല. ഇപ്പോൾ ഇത് ഞാൻ 2012 എക്സാം പാസ്സായതിൻ്റെ 2012 എന്ന് പറയുമ്പോൾ 12 വർഷം മുമ്പാണ് ഞാനിത് എക്സാം എഴുതിയത്. അതിൽ അവരുടെ ഗ്രേഡും കാര്യങ്ങളും പിന്നെ പഠിച്ച് എഴുതിയ എക്സാമിൻ്റെ ഇതുണ്ട്. 24 സബ്ജക്റ്റ് ഉണ്ട് ഇതിനകത്ത്, 24 സബ്ജക്റ്റ്. അത് നമുക്ക് എത്ര 5 വർഷമോ 4 വർഷമോ നമ്മളുടെ ഇതനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും പാസ്സാകും. അത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും അതിൻ്റെ റേറ്റിങ്സ്, പിന്നെ അതിൻ്റെ ഗ്രേഡ് വരെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഏതിലൊക്കെ 100% ഉണ്ട്, അല്ലാത്തതിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രേഡ് ലെസൺ ആവറേജ് ഗ്രേഡ് എനിക്ക് വന്നിരിക്കുന്നത് 91 ആണ്. എൻ്റെ ഗ്രേഡ് 91 ആണ് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ഈ ലെസൺസിൻ്റെ ആവറേജ്. അപ്പോൾ 24 ലെസൺസ് പഠിച്ച് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അത് അവർ അതിന് വേണ്ട ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. ബുക്സ് തന്നെ എല്ലാ സബ്ജക്റ്റും. ഇപ്പോൾ 24 ബുക്സ് ഉണ്ടെങ്കിൽ ആ 24 ബുക്സ് നോക്ക്. ഇതൊരു ബുക്കാണ് കേട്ടോ, HRI
എയർ കണ്ടീഷനിങ് ഹീറ്റിംഗ് ആൻഡ് റെഫ്രിജറേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് AHRI എന്ന് പറയും. ഇത് വേൾഡ് ഇതുള്ളതാണ് കോർപ്പറേഷൻ ഫണ്ടമെൻ്റൽസ് ഓഫ് ചൂസ്. അതിൻ്റെ ഇത് നല്ല ഭംഗിയുള്ള പിക്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ മെഷറിങ് ഇത് കാര്യങ്ങളും ഒക്കെ നല്ല പ്രാക്ടിക്കലായിട്ട് നോളജ് കിട്ടുന്ന ഒരു ബുക്കാണ്. തിയറിയാണ്, പക്ഷേ പ്രാക്ടിക്കലാണ് ഇതിനകത്ത് കംപ്ലീറ്റ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഓരോ ഇതിനകത്തും ഓരോ ഫോട്ടോസും ശരി കാണാൻ പറ്റില്ല. ഇത് ഒന്നും പഠിക്കാത്തവർക്ക് ഇത് പഠിച്ചുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ബേസിക് നോളജ് വേണം ടെക്നിക്കലായിട്ട്, ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇത് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10 വർഷം അതിൽ കൂടുതലായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ITIയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇലക്ട്രീഷ്യൻസിനെ ട്രെയിനിങ് ചെയ്യുന്ന ഇതിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് എനിക്ക് UAEയിലേക്ക് ഞാൻ പോയി. അതിനുശേഷം പിന്നീട് വന്നിട്ട് കോഴിക്കോട് പോയി 95. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെക്ഷനിലാണ് ജോലി ചെയ്തിരുന്നത്. KOCയുടെ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെയിൻ്റനൻസ് സെക്ഷൻ, EIMS എന്ന്. അവിടെ വർക്ക് ചെയ്തതിന് ശേഷം 4-5 വർഷത്തിന് ശേഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത കോൺട്രാക്റ്റ് വന്നപ്പോൾ KOC ഡയറക്ടറല്ല, കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. അടുത്ത കോൺട്രാക്റ്റ് വന്നപ്പോൾ അവിടെ യുണൈറ്റഡ് എഞ്ചിനീയേഴ്സിൻ്റെ സെൻട്രൽ ACയുടെ മെയിൻ്റനൻസിലോട്ട് മാറി. സെൻട്രൽ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലെല്ലാം വിടും. അതിൽ DX ഗ്യാസ് ഉപയോഗിച്ച് പിന്നെ ചില്ലറിൻ്റെ വർക്കും ഇൻസ്റ്റലേഷൻ എല്ലാം മെയിൻ്റനൻസ് എല്ലാം നടത്തുന്ന കമ്പനിയാണ്. അങ്ങനെ അവിടെയാണ് അത്രയും നാൾ ബാക്കിയുള്ള കാലം അവിടെയാണ് നിന്നത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും സബ്ജക്റ്റ് വൈസ് ടച്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഈ 24 പേപ്പറും എഴുതിയെടുത്തത് ചിലപ്പോൾ അതിൽ കുറവ് മതിയായിരിക്കും ആളുകൾക്ക്. ഒരു 1 ഇയർ കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്, എഴുതിയത്. പക്ഷെ അവർ പറയുന്നില്ല ഇത്ര വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആണ്. എത്ര വർഷം വേണം? 5 വർഷമോ 6 വർഷമോ 7 വർഷമോ നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. അപ്പം ഞാൻ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആർക്കും അറിയില്ല, പക്ഷേ ഹയർ സ്റ്റഡീസിനൊക്കെ നല്ലതാണ്, നല്ല നോളജും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ആരെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ട സഹായം ചെയ്തു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഫീസുണ്ട് അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ആൻസർ എങ്ങനെ അറ്റൻഡ് ചെയ്യും, എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ ഫോൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് തരാം, നിങ്ങൾ തന്നെ ഡയറക്റ്റ് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോഴത്തെ ഫീസ് എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് $400 അതിൻ്റെ താഴെ കണ്ടായിരുന്നു. അപ്പോൾ 2011 കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവർ അയച്ചു തരും. ഈ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, ബുക്സ്, ടെക്സ്റ്റുകളെല്ലാം അയച്ചു തരും. പിന്നെ ഒരു 1-2 മൾട്ടിമീറ്ററും കാര്യങ്ങളൊക്കെ തരും. പിന്നെ വേറെ അത് കുറേ നാളെ പഠിച്ചുകൊണ്ട് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ അവർ ഓൺലൈനിൽ കമ്പ്യൂട്ടർ വേണം, ഓൺലൈനിൽ ക്വസ്റ്റ്യൻസൊക്കെ തരും. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് റെഫർ ചെയ്ത് അത് ആൻസർ ചെയ്യുക. അന്ന് തന്നെ ആൻസർ ചെയ്യണമെന്നില്ല, അത് നോക്കി ആൻസർ കറക്റ്റാണെന്ന് നോക്കി പിന്നെ രണ്ടാമത് വായിച്ച് നോക്കിയിട്ട് കറക്റ്റാണെന്ന് നോക്കി എല്ലാം കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കറക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ അയ്യോ ഞാനത് ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല. വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേഡിങ് അനുസരിച്ച് വരുള്ളൂ. നമ്മളുടെ ഇവിടുത്തെ എക്സാം പോലെയല്ല. കാരണം നമ്മുടെ ഇവിടുത്തെ എക്സാം ഓർമ്മശക്തിയാണ് നോക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഓർമ്മയിൽ വെച്ചിട്ട് അത് എഴുതുകയാണ്. അവിടെ ഓർമ്മശക്തിയല്ല, അവരുടെ എക്സാമിൻ്റെയൊക്കെ ബുദ്ധിശക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ ടെക്സ്റ്റ് തുറന്നു വെച്ച് വേണമെങ്കിൽ എഴുതാം, പക്ഷേ ബുദ്ധിശക്തിയാണ് അവർ അളക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ,
നമ്മുടെ ഈ റെഫ്രിജറൻ്റ് ഉണ്ടല്ലോ, ഗ്യാസ് കാണാം. അത് നമ്മൾ ഫ്രിഡ്ജിലും മേശിക്കും ചെറിയൊരു ബോട്ടിലിനകത്താണ് ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഇത് വലിയ പ്ലാന്റിലൊക്കെ വലിയ ടാങ്കിലായിരിക്കും. വലിയ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് പോലെ അതിലും വലിയ സിലിണ്ടറിലായിരിക്കും ഈ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അബദ്ധവശാലിങ്ങനെ വാൽവ് പൊട്ട് ലീക്കാകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഇങ്ങനെ വാൽവ് ഇത് ഗ്യാസ് ലീക്കായി, ചിലപ്പോൾ പ്ലാന്റിൽ നിന്നായിരിക്കും, അത് ആ വലിയ ചില്ലറിൽ നിന്നായിരിക്കും ലീക്കായിരിക്കുന്നത്. അങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഒരു 4 ഓപ്ഷൻ കൊടുക്കും. ഓടിപ്പോയി മാസ്ക് എടുത്തുകൊണ്ടൊന്ന് വയ്ക്കും, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് വേഗം ഓടിക്കും, അലാറം അടിപ്പിക്കും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ പ്ലാന്റ് ആയതുകൊണ്ട് അവിടെ ലാഡറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു ലാഡറിൽ കയറി നിൽക്കും. സത്യത്തിൽ നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ ലാഡറിൽ കയറി നിൽക്കും. ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ ആരോ ലാഡറിൽ കയറി നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും ആൾക്കാർ ആൻസർ. കാരണം ലാഡറിൽ കയറി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് നോക്കൂല, ബാക്കിയുള്ള മാസ്ക് വെക്കും, അതിലേ ടിക്കുകയുള്ളൂ. എന്നാൽ അതല്ല, അതിൻ്റെ ശരിയായ ഉത്തരം ലാഡറിൽ കയറി 3 മീറ്റർ പൊക്കമുള്ള ലാഡറിൽ കയറി മുകളിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. എന്തിനാണ്? ഈ ഗ്യാസ്, ഈ റെഫ്രിജറൻറ്റ്, ആ ഗ്യാസ് ഒരു കാരണവശാലും വിഷവാതകമല്ല. അത് ലീക്കായി പോയി കഴിഞ്ഞാൽ അത് മേളിലോട്ട് പോകത്തില്ല, താഴെ തന്നെ കിടക്കും. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് മാതിരി തന്നെ താഴെ തന്നെ കിടക്കും, മേളിലോട്ട് പോകത്തില്ല. കാരണം എയറിനേക്കാളും വളരെ ഡെൻസിറ്റി ഉള്ളതാണ്, വെയിറ്റ് ഉള്ളതാണ് ഈ ഗ്യാസ്. അതുകൊണ്ട് താഴെ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയും പോർഷനിൽ അങ്ങോട്ട് ഓക്സിജൻ അല്ല എയർ പോയിട്ട് ഇത് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടത്തില്ല. നമ്മൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മളപ്പോൾ തന്നെ കുഴഞ്ഞ് വീണ് കുറച്ച് കഴിയുമ്പോൾ ആൾ മരിച്ചും പോകും. അപ്പോൾ പറയും അത് വിഷവാതകമാണെന്ന്. വിഷവാതകമായിട്ടല്ല, ഇത് വന്ന് കിടക്കുമ്പോഴുള്ള അത്രയും വശത്തെ, അത്രയും സ്ഥലത്തെ, അല്ലെങ്കിൽ അത്രയും വോളിയമുള്ള അത്രയും സ്ഥലത്തെ എയറങ്ങ് പോയി തള്ളിപ്പോയി. എയർ മുകളിലോട്ട് നിൽക്കുന്നു, ഇത് താഴെ വന്ന് ഇങ്ങനെ കിടക്കുകയാണ് ഈ കട്ടിയുള്ള വെയിറ്റുള്ള ഗ്യാസ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ശ്വാസം മുട്ടി നമ്മളവിടെ വൺസ് ഒന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏണിയിൽ പോലും കയറാൻ പറ്റത്തില്ല. ആളെ അവിടെ താഴെ വീഴും. പിന്നെ കുറച്ച് നിമിഷങ്ങൾക്കുള്ള ആളുടെ മരണം സംഭവിക്കും. കാരണം ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെല്ലാം ഔട്ടായി പോകും, നശിച്ചു. അപ്പോൾ അതിനാണ് ഈ ഏണിയിൽ കയറി നിൽക്കാൻ പറയുന്നത്. ഈ താഴെ കിടക്കുന്ന ഗ്യാസിന് നമ്മൾ ശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ 3 മീറ്ററോ 2 മീറ്ററോ മുകളിൽ കയറി ഇരുന്നാൽ അവിടുത്തെ റെസ്ക്യൂ ആളുകൾ വരുന്നവരെയും നമുക്ക് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കും, രക്ഷപ്പെടാം. മുകളിൽ ഓക്സിജൻ ഉണ്ടാവും, എയർ ഉണ്ടാവും, താഴെ ഓക്സിജൻ ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് അവരുടെ ഒരു പോയിന്റ് ആ ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഇതാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിപ്പിക്കുന്നത്. ഓരോ ആൻസറിലും നമ്മളങ്ങനെ വളരെ ചിന്തിച്ച് വേണം ആൻസർ ചെയ്യാൻ. ആൻസർ ചെയ്തിട്ട് അവിടെ ടിക്ക് ചെയ്തിട്ട് ഇട്ടോളൂ, പക്ഷെ സബ്മിറ്റ് ചെയ്യരുത്. വീണ്ടും സംശയം ഉണ്ടെങ്കിൽ രണ്ടാമതൊന്നുകൂടി ബുക്കെല്ലാം റെഫർ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അതാണ്. അപ്പോൾ പെൻഫോസ്റ്റർ അവരുടെ സൈറ്റ് ഇതിൽ പോയാൽ www.penfoster-global penfosterglobal.com എന്ന് പറഞ്ഞ ഒരു സൈറ്റുണ്ട് അവർക്ക്. അത് കൂടാണ്ട് വേറൊരു സൈറ്റും കൂടി. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇതിൻ്റെ കറക്റ്റ് അഡ്രസ്സ് പെൻഫോസ്റ്റർ കരിയർ സ്കൂൾ, 925 ഓക്ക് സ്ട്രീറ്റ്, സ്ട്രാൻഡൻ, PA 18515. അതാണ് അതിൻ്റെ ഇത്. അടുത്ത
ഇതെന്താ ഇവിടെ വെബ്സൈറ്റ് ഉണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. www.penfoster.edu എഡ്യൂക്കേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. www.penfoster.edu. അത് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സാണ്. ഇതിപ്പോൾ HVAC ടെക്നീഷ്യൻ്റെ ആണ്. കാരണം എനിക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ളൂ. എനിക്ക് ഈ ഹീറ്റിംഗ്, വെൻറ്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആ സബ്ജക്റ്റും ആയിട്ടുള്ള ബന്ധമുള്ളത്. അതുകൊണ്ട് വേറെ പല കാർ മെക്കാനിക്ക്, ഓട്ടോ മെക്കാനിക്ക്, അങ്ങനെ കുറേ അധികം ഇതുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന സബ്ജക്റ്റുമായിട്ട് പോയിട്ട് അത് പഠിക്കുക, എഴുതുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഗുണകരമായ ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനീ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളുടെ ഈ ടെക്നീഷ്യൻ സബ്ജക്റ്റായിട്ട് ബന്ധമില്ല, ഇതൊരു കോഴ്സാണ്. ഈ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കോഴ്സാണ്. ആ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാമെന്നാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇതൊരു പ്രൊമോഷൻ വർക്കൊന്നുമല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത മിക്കവർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നത്. എത്ര നാൾ വേണമെങ്കിലും എടുത്തോ, പഠിച്ചോ, എന്നിട്ടത് ആൻസർ ചെയ്താൽ മതി. അതിന് ഒരു വാലിഡിറ്റിയില്ല. ഇത്ര നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ക്യാൻസലായിപ്പോവും, അങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും അത് പഠിക്കുക. അവർ എക്സാം എഴുതി അത് ഗ്രേഡിങ് അവർ പാസ്സായി കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഈ സർട്ടിഫിക്കറ്റും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റും തരുന്നതാണ്. പിന്നെ അവർ ഫേസ്ബുക്കിൽ എവിടെയാണ് ഞാൻ ഓർമ്മില്ല, ഫേസ്ബുക്കിലാണ് അവർ നമ്മളുടെ ഈ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അവരുടെ സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ ഞാൻ പറയണ്ട, എന്നാലും ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലും മിക്കവാറും സബ്സ്ക്രൈബ് ചെയ്യില്ല. കാരണം എന്താണ്, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.